നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണാഭമായി ചെമ്പുച്ചിറ പൂരം, നിറക്കാഴ്ചയായി കാവടിയാട്ടവും കുടമാറ്റവും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM കൊടകര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ആളൂർ പറമ്പി റോഡിന് സമീപത്തുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വിശദമായ വാർത്തകളിലേക്ക്. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം വർണ്ണാഭമായി. നിറക്കാഴ്ചയായി കാവടിയാട്ടവും കുടമാറ്റവും. ഉത്സവപ്രേമികളുടെ മനസ്സിൽ വർണ്ണക്കാഴ്ചകളുടെയും മേളാവേശത്തിന്റെയും പെരുമഴ പെയ്യിച്ച് ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പകൽപൂരത്തിന് സമാപനമായി. തലയെടുപ്പുള്ള ഗജവീരന്മാരും പീലിക്കാവടികളും പൂക്കാവടികളും തകിലും നാദസ്വരവും പഞ്ചാരിയും പഞ്ചവാദ്യവും ചേർന്നൊരുക്കിയ ഉത്സവ ലഹരി നുകരാൻ ആയിരങ്ങളാണ് വ്യാഴാഴ്ച ചെമ്പുച്ചിറയിലെത്തിയത്. രാവിലെ എഴുന്നള്ളിപ്പിന് ശേഷം ആനകളും മേളക്കാരും ഒഴിഞ്ഞ ക്ഷേത്ര മൈതാനം വിവിധ സമാജങ്ങളിൽ നിന്നുള്ള കാവടിക്കൂട്ടങ്ങൾ കൈയടക്കി. മുഴുവൻ കാവടികളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ കാവടി കൂടിയാട്ടം ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു. വൈകുന്നേരം ആരംഭിച്ച കാഴ്ചശീവേലിയിൽ പൂരത്തിലെ പങ്കാളികളായ നൂലുവള്ളി, ചെമ്പുച്ചിറ ദേശങ്ങൾ 7 വീതം ഗജവീരന്മാരെ അഭിമുഖമായി നിർത്തിയാണ് മേളവും പഞ്ചവാദ്യവും കൊട്ടിക്കയറിയത്. തൃശൂർ പൂരം മാതൃകയിൽ ഒരുക്കിയ 1 മണിക്കൂർ നീണ്ട കുടമാറ്റവും ഉണ്ടായിരുന്നു. ഇരുദേശങ്ങളും മത്സരാവേശത്തോടെ വർണ്ണവൈവിധ്യമുള്ള കുടകൾ മാറ്റി നിവർത്തിയപ്പോൾ മൈതാനം തിങ്ങി നിറഞ്ഞ പൂരപ്രേമികളിൽ ആരവം ഉയർന്നു. ചെറുശ്ശേരി കുട്ടന്മാരാർ, ചെറുശ്ശേരി ശ്രീകുമാർ, ചേന്നമംഗലം രഘുമാരാർ എന്നിവർ മേളത്തിനും പഞ്ചവാദ്യത്തിനും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ TS വിജയൻ ഗുരുപദം, മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി MR ബൈജു എന്നിവർ കാർമ്മികരായി. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര മഹാക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി കുഴിയേലി നഗർണമന നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഏറന്നൂർ മന ഹരി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാംപറമ്പിൽ, സെക്രട്ടറി സുധീഷ് തുമ്പരത്തി, വിവിധ സെറ്റുകളുടെ ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. ഉത്സവ ചടങ്ങുകൾ മാർച്ച് 2-ന് മാങ്കുറ്റിപ്പാടം കടവിലെ ആറാട്ടോടെ സമാപിക്കും. മാർച്ച് 7-നാണ് പൂരം കാവടി ആഘോഷം. വെള്ളിക്കുളങ്ങര മോനുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രമേൽശാന്തി മടുമണ്ണില്ലത്ത് കൃഷ്ണപ്രസാദ് ശർമ്മ കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സെറ്റുകളിലും കൊടിയേറ്റം നടന്നു. മാർച്ച് 4-നാണ് മോനുടി ക്ഷേത്രത്തിലെ പൂരം കാവടി ആഘോഷം. മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ചുവെന്നാരോപിച്ച് പുതുക്കാട് ലോക്കൽ കമ്മിറ്റി CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. അൽജോ പുളിക്കൻ, സരിത രാജേഷ്, ആദിത്യ, PV മണി എന്നിവർ സംസാരിച്ചു. ICUവിലാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ്. ഇതുവരെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ VD സദസ്യരും കോൺഗ്രസും എല്ലാം പ്ലാൻ ചെയ്ത ഒരു പദ്ധതി ഇതിനു മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM കൊടകര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു.
കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PR പ്രസാദൻ, CM ബബീഷ്, കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, അമ്പിളി സോമൻ എന്നിവർ നേതൃത്വം നൽകി. ആളൂർ പറമ്പി റോഡിന് സമീപത്തുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. സംസ്ഥാന പാതയായ കൊടകര കൊടുങ്ങല്ലൂർ റോഡിലെ പറമ്പി റോഡ് കനാൽ പാലത്തിനോട് ചേർന്നാണ് അപകടം പതിയിരിക്കുന്നത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലാണ് ആളൂർ പറമ്പിന് റോഡിന് സമീപം കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത മുറിച്ചു കടന്നു പോകുന്നത്. 10 അടിയോളം താഴ്ചയുള്ളതാണ് കനാൽ. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിനോട് ചേർന്ന് കനാൽ ബണ്ട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാത്തത് തുടർച്ചയായി അപകടങ്ങൾക്കിടയാക്കുന്നതായി പ്രദേശവാസിയായ ഷാജി പറഞ്ഞു. വണ്ടിയെടുത്ത് പുറത്തുവരുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായിരുന്നു. 2 യുവതികൾ കനാലിലേക്ക് വീണുണ്ടായിരുന്നു. ഇപ്പോഴും അവർ അപകടത്തിൽ നിന്നും മോചിതരായിട്ടില്ല. ഇപ്പോഴും അവിടെ കിടക്കാണ്. ഇനിയും ഇതുപോലെ സാഹചര്യം ഉണ്ടാവാൻ സാധ്യത. കാരണം ഇതുപോലെ ബാരിക്കേഡ് വെച്ച് കിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഒരു അപകടം, വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ഒരുപാട് മെമ്പറും അതുപോലെ നാട്ടുകാരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പരാതി കൊടുത്തിട്ടും അധികൃതർ ഇതും കണ്ണടച്ച് ഉണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി കണ്ടെത്താനായിട്ട് പഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ചൊവ്വാഴ്ച രാവിലെ ഇവിടെ സ്കൂട്ടർ കനാലിൽ വീണ് യുവതിക്കും കുഞ്ഞിനും സാരമായി പരിക്കേറ്റു. 1.5 വർഷം മുൻപും സമാന രീതിയിലുള്ള അപകടം ഇവിടെ നടന്നിരുന്നു. പാലത്തിനോട് ചേർന്ന് തുറന്നു കിടക്കുന്ന ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നത്. രാത്രിയിൽ ഇവിടെ വെളിച്ചം കുറവായതിനാൽ ഇനിയും അപകടങ്ങൾ സംഭവിക്കാനിടയുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാൽനടക്കാർക്കും ഇവിടെ കനാലിലേക്ക് വീണ് അപകടം സംഭവിക്കാം. ആഴവും ഒഴുക്കും കൂടുതലുള്ളതിനാൽ നിറയെ വെള്ളമുള്ള സമയത്ത് കനാലിൽ വീണാൽ മരണം വരെ സംഭവിക്കും. പാലത്തിനോട് ചേർന്ന് കനാലിലേക്ക് തുറന്നു കിടക്കുന്ന ഭാഗത്ത് റെയിൽ ഗാർഡ് പോലുള്ള സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചാൽ അപകട സാധ്യത ഒഴിവാക്കാനാകും. 1.5 വർഷം മുൻപ് 2 യുവതികൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം കനാലിൽ വീണ സമയത്ത് നാട്ടുകാരും ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും സ്ഥലപരിശോധന നടന്നതല്ലാതെ തുടർ നടപടിയുണ്ടായില്ല. ഇപ്പോൾ വീണ്ടും അപകടം സംഭവിച്ച സാഹചര്യം മുൻനിർത്തി എത്രയും വേഗം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരോടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വരാക്കര പാടശേഖരത്തിലും സമീപ പ്രദേശങ്ങളിലും കർഷകർക്ക് വലിയ തലവേദനയായിരുന്ന 2 കാട്ടുപന്നികളെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച ഷൂട്ടർ വെടിവെച്ചത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെട്ട തെക്കേക്കര, പുളിഞ്ചോട്, വരാക്കര പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൂട്ടമായി എത്തുന്ന പന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗീകൃത ഷൂട്ടറുടെ സഹായം തേടിയത്. പഞ്ചായത്ത് അംഗം സിനി ബിജുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് നിയോഗിച്ച ഷൂട്ടർ സുദർശൻ മത്തോളിയാണ് 2 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. ദൗത്യത്തിൽ കർഷകരായ രാജു കിഴക്കൂടൻ, MN ശശിധരൻ, NK പ്രദീപ് എന്നിവരും പങ്കാളികളായി. ജനവാസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ പെറ്റുപെരുകുന്നത് കർഷകർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. വെടിവെച്ച് കൊന്ന പന്നികളെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ച് കുഴിയെടുത്ത് മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചിട്ടു. വിവിധ പാടശേഖരങ്ങളിലും കൃഷിഭൂമികളിലും പരിശോധന തുടരുമെന്നും കാട്ടുപന്നി ശല്യം ഒഴിവാക്കാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അറിയിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് മെഡിക്കൽ ക്യാമ്പ് പാലിയേക്കരയിൽ സംഘടിപ്പിച്ചു. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന പലചരക്ക് കട, ചായക്കട, പച്ചക്കറി, ബേക്കറി കടകളുടെ ഉടമകൾക്കും ജീവനക്കാർക്കും ഹെൽത്ത് കാർഡ് എടുക്കുന്നതിന് സൗകര്യം ഒരുക്കിയിരുന്നു. സന്തോഷ് നാട്ടുരുചി, ജോസഫ് കുഞ്ഞാമര, വിനോജ് തെക്കുംപുറം എന്നിവർ നേതൃത്വം നൽകി. എൻ്റെ പേര് ജോസഫാണ്. ഞാനിവിടെ നെന്മണിക്കര ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ ഈ 8-ാം തീയതി 8/2/2026 ഒരു ഹെൽത്ത് ക്യാമ്പ് ഇവിടെ നടത്തിയിരുന്നു. പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ അന്ന് നടത്തിയിരുന്നപ്പോൾ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ഈ കാർഡ് എടുക്കാൻ സാധിക്കാതെ വന്നാൽ വീണ്ടും നമ്മളെ സഹകാരികളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്
മറ്റൊരു ക്യാമ്പ് കൂടി ഇന്ന് നടക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണി മുതൽ തുടങ്ങിയ ക്യാമ്പ് ഏകദേശം 4 മണി വരെ നീണ്ടു നിൽക്കുന്നതാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് നിയമപരമായിട്ട് നടത്തേണ്ട ലീഗിൽ നടത്തേണ്ട എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ടുള്ള എല്ലാ ലൈസൻസും സംവിധാനങ്ങളും എല്ലാവരും ഒരുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സാനിറ്ററി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ഈ ഹെൽത്ത് കാർഡ് നിർബന്ധമാണെന്ന് ഓർക്കുക. എല്ലാവരും കൃത്യമായി വന്ന് ഇത് എടുക്കുക. നന്ദി, നമസ്കാരം. ഇടതുപക്ഷം 10 വർഷമായി തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം ലഭിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. CPI പുതുക്കാട് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, PM നിക്സൺ, KM ചന്ദ്രൻ, VK വിനീഷ്, ഷീല ജോർജ്, VR സുരേഷ്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, CPI അളഗപ്പനഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ് എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങന്നൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ 56ാമത് ചരമദിനം ആചരിച്ചു. പ്രസിഡന്റ് VV രാജേഷ്, സെക്രട്ടറി വിജയ്കുമാർ, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, ശോഭനകുമാരി എന്നിവർ ഭദ്രദീപം കൊളുത്തി സെക്രട്ടറി വിജയ്കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കമ്മിറ്റി അംഗങ്ങളായ ലീല ബാലകൃഷ്ണൻ, സുമതി, മാലതി, രുക്മിണി തുടങ്ങിയവർ സന്നിഹിതരായി. കല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം VS പ്രിൻസ്, CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി NN ദിവാകരൻ, കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് താഴേക്കാടൻ, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് CT ജോഫി, LDF കൺവീനർ റോസൽ രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ച് 8-നാണ് ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൊട്ട് മുമ്പ് ഞാൻ ഇവിടെ തന്നെ വന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ കമ്മീഷനാണ്, പഞ്ചായത്ത് തലത്തിൻ്റെ. അത് 3 പേരിൽ ആദ്യത്തെ ഒരാൾ നമ്മുടെ ഐക്യകണ്ഠേന എന്ന് പറയുന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 12 വോട്ട് ചെയ്തവർക്ക് പിന്നീട് ഖേദിക്കേണ്ടി വരില്ല എന്ന വിശ്വാസം വോട്ടർമാരിൽ സൃഷ്ടിക്കാം. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാൻ JCI തൃശൂർ ഗ്രീൻ സിറ്റിയുടെ കൈത്താങ്ങ്. പുതുക്കാട് ഗവൺമെന്റ് VHSEയിലെ വിദ്യാർത്ഥികൾക്കായി എക്സൈറ്റിംഗ് എക്സാം എന്ന പേരിൽ പ്രചോദന ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് മേരിയാൻ ജോസാൻഡോ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, JCI സെക്രട്ടറി ഹെലന ലിൻഡോ, മുൻ പ്രസിഡന്റുമാരായ അരുൺ ഫ്രാൻസിസ്, സതീശൻ വാഴപ്പള്ളി, ജോസാൻഡോ തോമസ്, പുഷ്കല എന്നിവർ സംസാരിച്ചു. ക്ലാസ്സിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായ സാമഗ്രികൾ അടങ്ങുന്ന പ്രത്യേക എക്സാം കിറ്റും സമ്മാനിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡ് ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ സല്ലാപം പരീക്ഷാ സൗഹൃദ സംഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. SSLC, +1, +2 പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെയും മാതാപിതാക്കളുടെയും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസ്സാണ് നടന്നത്. സൈക്കോതെറാപ്പിസ്റ്റും മോട്ടിവേഷണൽ ട്രെയിനറുമായ NS സന്തോഷ് ബാബു ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മുൻ അംഗം സനല ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. KS അപ്പുക്കുട്ടൻ, രുക്മിണി സദാനന്ദൻ, വർഗീസ് പുല്ലോക്കാരൻ, ലിയോൺ മൽപ്പാൻ, കുറുവത്ത് സുകുമാരൻ, പ്രദീപ് തൈവളപ്പിൽ, KA അജീഷ്, V കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാരണം ഞാൻ അനുഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ മക്കൾ ഡിഗ്രിക്കാണ്, ഒരു സെമസ്റ്റർ കഴിഞ്ഞു, ഇപ്പൊ 2ാം സെമസ്റ്ററാണ്. അവർക്ക് വലിയ ഭയമൊന്നുമില്ല, അതൊക്കെ നടന്നു പോകുന്നാണ് പറയാ. അപ്പൊ എന്നോടായാലും ഞാൻ നന്നായി പഠിക്കണ മക്കളെ എന്ന് പറയുമ്പോൾ അവരെന്ന് പറയാം, അമ്മ ഏറ്റവും കൂടുതൽ എന്നിട്ട് വിചാരിക്കണേ ഫുൾ A+ കിട്ടാന്നാണോ? അതൊന്നല്ല, നന്നായി പഠിക്കുക, ഫുൾ A+ കിട്ടണോണ്ടൊന്നും ഒന്നല്ലാന്ന്. പക്ഷെ നമുക്ക് എന്താ പറയാ, മേലിതിൽ പോവാൻ നല്ല മാർക്ക് തന്നെ വേണം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ.
തൃശൂർ നഗരത്തിൽ യാത്രക്കാരെ പെരുവഴിയിലാക്കി റൂട്ട് മാറ്റിയോടിയ സ്വകാര്യ ബസ്സിന് പിടിവീണു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന ബസ്സിനാണ് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയത്. തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പോകേണ്ടിയിരുന്ന ബസ്സാണ് നിയമം ലംഘിച്ചത്. യാത്രക്കാരെ റൗണ്ടിൽ എത്തിക്കുന്നതിന് പകരം മെട്രോ ഹോസ്പിറ്റലിന് സമീപം നിർബന്ധപൂർവ്വം ഇറക്കിവിട്ട ശേഷം ബസ് ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. റൂട്ട് മാറ്റി ഓടുന്ന ദൃശ്യങ്ങൾ തൊട്ടു പിന്നാലെ വന്ന ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി ശ്രീബാല തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ശ്രീബാല ഈ ദൃശ്യങ്ങൾ ഉടൻ തന്നെ തൃശൂർ RTO എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന് പരാതിയായി അയച്ചു നൽകി. പരാതി ലഭിച്ച ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് ബസ് പിടികൂടി. യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിട്ടതിനും റൂട്ട് ലംഘനത്തിനുമായി 8000 രൂപയാണ് ബസ്സിന് പിഴ ചുമത്തിയത്. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 5 സ്മാർട്ട് ക്ലാസ് മുറികളും 2 ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകളുമാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നു നൽകുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്കൂൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങിൽ അധ്യക്ഷയാകും. ചിമ്മിനി ഇക്കോ ടൂറിസം 1ാം ഘട്ട സമർപ്പണവും 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനവും ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 നടക്കും. വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ ശരിയായ റുട്ടീനുകൾ പിന്തുടർന്നാൽ നിങ്ങളുടെ ശരീരാരോഗ്യവും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്താൻ സാധിക്കും. നല്ല മാനസികാരോഗ്യത്തിന് വേണ്ട ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോ ടോക്ക്. ദിവസവും 7 മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ആരോഗ്യകരമായ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ എന്നിവ ധാരാളം കഴിക്കണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം. ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് ആയാസം ലഭിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. എപ്പോഴും സമ്മർദ്ദമുണ്ടാവുന്നതും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ നന്നായി ബാധിക്കും. അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഫോൺ നോക്കുന്നത് മാനസികാരോഗ്യം മോശമാകാൻ കാരണമാകും. ജോലി തിരക്കുകൾ കഴിഞ്ഞ വീട്ടുകാർക്കും കൂട്ടുകാർക്കുമൊപ്പം സമയം ചിലവിടുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,760 രൂപ, പവന് 1,18,80 രൂപ. മുരിക്കിങ്ങൽ പയ്യപ്പിള്ളി മംഗലത്തുപറമ്പിൽ പൗലോസ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വർണ്ണാഭമായി ചെമ്പുച്ചിറ പൂരം, നിറക്കാഴ്ചയായി കാവടിയാട്ടവും കുടമാറ്റവും. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് CPM കൊടകര നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ആളൂർ പറമ്പി റോഡിന് സമീപത്തുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നതായി പരാതി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും
Nctv ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.